ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ തിരിച്ചറിയാം? യഥാർത്ഥത്തിൽ ഒരാളുടെ ക്യാരക്ടർ എന്നാൽ എന്താണ്? ഏതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം? അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ഒരു നല്ലവനായും മാന്യനായും കാണിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതിൽ തെറ്റൊന്നുമില്ല, അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ജീവിതം നമ്മളെ പരീക്ഷിക്കും. അപ്പോഴാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അതേപോലെ വെളിപ്പെടുത്തുന്ന 4 സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ 4 സാഹചര്യങ്ങളിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. 1. അധികാരവും പണവും കയ്യിൽ വരുമ്പോൾ. ഒരാളുടെ കയ്യിൽ പണവും അധികാരവും വരുമ്പോൾ അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു എന്നത് വളരെ പ്രധാനമാണ്. സാധാരണ നിലയിലായിരിക്കുമ്പോൾ നമ്മളോട് സഹോദരങ്ങളെ പോലെ പെരുമാറിയവർ പെട്ടെന്നൊരു വലിയ പദവി ലഭിച്ചാൽ അവരുടെ സ്വഭാവം മാറും. അധികാരം എന്നത് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് പോലെയാണ്. അത് നിങ്ങളിലെ നല്ല ഗുണങ്ങളെയും ചീത്ത ഗുണങ്ങളെയും വലുതാക്കി കാണിക്കും. ഉദാഹരണത്തിന്, ഓഫീസിൽ നമ്മളോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ നമ്മുടെ മാനേജർ ആയാൽ അദ്ദേഹം പഴയതുപോലെ പെരുമാറുന്നുണ്ടോ അതോ അധികാരം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പണം വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. കയ്യിൽ പണമില്ലാത്തപ്പോൾ വലിയ തത്വങ്ങൾ പറയുന്നവർ പണം വന്നാൽ മറ്റുള്ളവരെ മനുഷ്യരായി പോലും കണക്കാക്കാറില്ല. അതുകൊണ്ട് തങ്ങളെക്കാൾ താഴ്ന്ന നിലയിലുള്ളവരോട് പണമുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാം. 2. പ്രതിസന്ധികളും കഠിനകാലവും വരുമ്പോൾ. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ് മനുഷ്യരുടെ യഥാർത്ഥ ഗുണം പുറത്തു വരുന്നത്. ജീവിതം സന്തോഷകരമായി പോകുമ്പോൾ കൂടെ ചിരിക്കാൻ 100 പേരുണ്ടാകും. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ ആര് കൂടെ നിൽക്കുന്നു, ആര് നമ്മളെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് അപ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. ഒരു കൊടുങ്കാറ്റടിക്കുമ്പോഴാണ് ഏത് മരമാണ് ശക്തമെന്ന് അറിയുന്നത്. ഒരു ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ പങ്കാളി നമ്മളെ കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവമാണ്. കഷ്ടപ്പാടുകൾ വരുമ്പോൾ ചിലർ ദേഷ്യപ്പെട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കും. എന്നാൽ ചിലർ അത് ധൈര്യത്തോടെ നേരിടും. ഈ സമയമാണ് ഒരാളുടെ മനസ്സിന്റെ കരുത്തും ക്ഷമയും വെളിപ്പെടുത്തുന്നത്. 3. നമ്മളെ കൊണ്ട് അവർക്ക് ഒരു ഉപകാരവും ഇല്ലാത്തപ്പോൾ. നമ്മളെ കൊണ്ട് തനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നറിയുമ്പോൾ ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് രസകരമായ കാര്യമാണ്. പലരും തങ്ങൾക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വളരെ വിനയത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കും. എന്നാൽ കാര്യം കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇനി ഉപകാരം ഇല്ലെന്ന് കണ്ടാലോ അവർ അതേ സ്നേഹം കാണിക്കുമോ? ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് വരെ സ്നേഹം കാണിച്ചവർ ജോലി വിട്ടുകഴിഞ്ഞാൽ റോഡിൽ കണ്ടാൽ പോലും മിണ്ടാതെ പോകുന്നുണ്ടെങ്കിൽ ആ സൗഹൃദം വെറും വ്യാജമാണ്. പകരം ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ മൃഗങ്ങളോടോ പാവപ്പെട്ടവരോടോ കാരുണ്യം കാണിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യസ്നേഹികൾ. 4. ആരും കാണുന്നില്ല എന്ന് കരുതുമ്പോൾ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യം ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. 4 പേർ കാണുന്നിടത്ത് നമ്മൾ മാന്യമായി പെരുമാറാൻ ശ്രമിക്കും. എന്നാൽ ആരും കാണാത്തപ്പോൾ മനസാക്ഷി പറയുന്നത് എന്താണോ അതാണ് നമ്മുടെ ക്യാരക്ടർ. റോഡിൽ കിടന്നൊരു പേഴ്സ് കിട്ടുന്നു, ചുറ്റും ആരുമില്ല. ആ സമയത്ത് അത് പോലീസിൽ ഏൽപ്പിക്കാൻ തോന്നുന്നുണ്ടോ അതോ സ്വന്തം പോക്കറ്റിലിടാനാണോ തോന്നുന്നത്? ആരും കാണാതെ പരീക്ഷയിൽ കോപ്പി അടിക്കാൻ അവസരം കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് നേരായ ഒരു സ്വഭാവമാണ്. ആരും കാണുന്നില്ലെന്ന് കരുതി ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ഒരാളുടെ സ്വഭാവത്തിലെ വലിയ വിള്ളലുകളെ കാണിച്ചു തരുന്നു. ചുരുക്കത്തിൽ, അധികാരം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയോജനമില്ലാത്തപ്പോൾ, ആരും കാണുന്നില്ലെന്ന് കരുതുമ്പോൾ, ഈ 4 സാഹചര്യങ്ങളിലാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത്. ഒരാളെക്കുറിച്ച് അറിയാൻ അവരുടെ വാക്കുകളെക്കാൾ ഉപരി ഈ സാഹചര്യങ്ങളിൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.